പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ആദ്യത്തെ അപ്ഡേറ്റ് ഡ്രൂ മാക്കൻഡയർ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ഡ്രൂ മാക്കൻഡയർ റസിൽ പലൂസ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഇന്ന് കോഡി റോഡ്സിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിനെ ചലഞ്ച് ചെയ്യുകയും മത്സരത്തിൽ ക്ലീനായി തന്നെ പരാജയപ്പെടുകയും അതിനുശേഷം അദ്ദേഹം കുറച്ച് ദേഷ്യത്തിലാണ് എന്ന് കാണിക്കുന്ന രീതിയിൽ ഒരു ട്വിറ്റർ പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ ആരാധകരെല്ലാം ഇപ്പോൾ ഡ്രൂ മാക്കൻഡയറിനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഡ്രൂ മാക്കൻഡയറും കോഡി റോഡ്സും തമ്മിലുള്ള ഈ ഒരു സ്റ്റോറി ഡ്രൂ മാക്കൻഡയർ ഒറ്റയ്ക്കാണ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നത്. ആദ്യം കോഡി റോഡ്സിന് ഇഞ്ചുറി പറ്റുന്ന പോലെ ഒരു ഭാഗം കാണിച്ചു. എന്നിട്ട് കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ സിനിമ ഷൂട്ടിലേക്ക് പോയി. പിന്നീട് ഒരു മാസത്തിന് ശേഷം കോഡി റോഡ്സ് തിരികെ വന്നിട്ട് ഡ്രൂ മാക്കൻഡയറിനെതിരെ സ്റ്റോറി പിന്നെയും പുനരാരംഭിക്കുന്നു. ഇതിനിടയിൽ കോഡി റോഡ്സിനെ വെല്ലുവിളിച്ചുകൊണ്ടും കോഡി റോഡ്സ് എങ്ങോട്ടേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ടും കോഡി റോഡ്സിൻ്റെ മെഡിക്കൽ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടും ഒറ്റയ്ക്ക് ഈ സെഗ്മെൻറ്റുകളൊക്കെ നടത്തി സ്റ്റോറിയൊക്കെ ചെയ്ത് ഈ ഒരു സ്റ്റോറി ലൈവാക്കി നിർത്തിയത് ഡ്രൂ മാക്കൻഡയർ ആണ്. അപ്പോൾ ഡ്രൂ മാക്കൻഡയറിന് ഒറ്റയ്ക്ക് ഒരു വേൾഡ് ടൈറ്റിൽ സ്റ്റോറി കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളത് ഒരിക്കൽ കൂടി ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ ഡ്രൂ മാക്കൻഡയർ ചാമ്പ്യൻ ആകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ല എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കോഡി റോഡ്സ് സമ്മർ സ്ലാമിൽ ഈ ഒരു ടൈറ്റിൽ വീണ്ടും എടുത്തതിന് ശേഷം കോഡി റോഡ്സിന് ഇനി എന്ത് തെളിയിക്കാനാണ് ബാക്കിയുള്ളത്, ഇനി എങ്ങോട്ടാണ് കോഡി റോഡ്സിൻ്റെ പോക്ക് എന്നുള്ളതിന് ഒരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇനി എന്ത് അച്ചീവ്മെൻ്റാണ് കോഡി റോഡ്സിൻ്റെ മുന്നിൽ ബാക്കിയുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. മറിച്ച് ഡ്രൂ മാക്കൻഡയർ ആണെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു പീക്ക് ടൈമിലാണ് നിലവിൽ നിൽക്കുന്നത്. നല്ല നല്ല സ്റ്റോറിയും മത്സരങ്ങളും ലഭിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഒരു ലോങ് റൺ ലഭിക്കുന്ന ഒരു വേൾഡ് ടൈറ്റിൽ റൺ ഇതുവരെ ലൈവ് ഓഡിയൻസിന് മുന്നിൽ ലഭിച്ചിട്ടില്ല. അത് കൊടുക്കേണ്ട ഒരു സമയമാണ് നിലവിലുള്ളത്. ഇത്രയും ആരാധകന്മാർ കളക്ട് ചെയ്യുന്ന, ഇത്രയും സോഷ്യൽ മീഡിയയിൽ കാത്തി നിൽക്കുന്ന, ഇത്രയും നല്ല രീതിയിൽ സ്റ്റോറി ചെയ്യുന്ന ഒരു സമയത്ത് ഡ്രൂ മാക്കൻഡയറിലേക്ക് ഒരു ചാമ്പ്യൻഷിപ്പ് റണ്ണ് കൊടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹം നല്ല മികച്ച രീതിയിൽ നമുക്ക് സമ്മാനിക്കുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡ്രൂ മാക്കൻഡയർ എന്തായാലും ഉടനെ വേൾഡ് ചാമ്പ്യൻ ആകുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. പക്ഷേ അങ്ങനെ നടന്നാൽ അത് അതിമനോഹരമായിട്ടുള്ളൊരു മൊമെൻറ്റിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. മറ്റൊരു പോയിന്റ്, വിൻസ് മിക്മാൻ യഥാർത്ഥത്തിൽ ഡ്രൂ മാക്കൻഡയറിൻ്റെ ഒരു ആരാധകനായിരുന്നു. വിൻസ് മിക്മാൻ ആയിരുന്നു ആ കോവിഡ് സമയത്ത് ഡ്രൂ മാക്കൻഡയറിനെ ബ്രോക്കിനെ എതിരെയുള്ള മത്സരത്തിൽ വിജയിപ്പിച്ചതും അദ്ദേഹത്തിന് ആ ഒരു ടൈറ്റിൽ റണ്ണ് കൊടുത്തതും. പക്ഷേ ട്രിപ്പിൾ എച്ച് ഡ്രൂ മാക്കൻഡയറിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം വേൾഡ് ചാമ്പ്യൻ ആക്കുന്ന രീതിയിലേക്ക്, അതും ഒരു ലോങ് റൺ കൊടുക്കുന്ന രീതിയിലേക്ക് ഒരിക്കലും ഡ്രൂ മാക്കൻഡയറിനെ പരിഗണിച്ചിട്ടില്ല. അതാണ് നമുക്ക് ഇന്നത്തെ റസിൽ പലൂസയിലും കാണാൻ സാധിച്ചത്. കോഡി റോഡ്സ് ഇപ്പോഴും ആരാധകരുമായി കണക്ട് ചെയ്യപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് ഡ്രൂ മാക്കൻഡയർ നേരിടുന്നത്. ഏതെങ്കിലും ഒരു സമയത്ത് ഇനി വരുന്ന മാസങ്ങളിൽ കോഡി റോഡ്സും ആരാധകരും തമ്മിലുള്ള ആ ഒരു കണക്ഷനിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിടവ് വന്നാൽ അവിടം ഫിൽ ചെയ്യാൻ പറ്റിയ കൃത്യമായിട്ടുള്ളൊരു റെസ്ലറാണ് ഡ്രൂ മാക്കൻഡയർ. WWE അത് കൃത്യമായി യൂസ് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കുണ്ട്. എന്തായാലും ഡ്രൂ മാക്കൻഡയർ വീണ്ടും വേൾഡ് ചാമ്പ്യൻ ആയി ഒരു ലോങ് റൺ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമതായി നമുക്ക് പങ്കുവെക്കാനുള്ളത് ബ്രോക്ക് ലെസ്നർ എന്ന് പറയുന്ന സൂപ്പർ താരത്തിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. റസിൽ പലൂസ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഇന്ന് ആദ്യ മത്സരത്തിൽ ജോൺസനെയെ ക്ലീനായി തന്നെ ബ്രോക്ക് ലെസ്നറെ പരാജയപ്പെടുത്തുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു സ്ക്വാഷ് മാച്ച്, വൺ സൈഡ് ഡൊമിനൻസ് കാഴ്ചവെച്ച മാച്ച് എന്നൊക്കെ പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് ബ്രോക്കിൻ്റെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ബ്രോക്കിൻ്റെ നെക്സ്റ്റ് അപ്പിയറൻസ് എന്നാണ്, ബ്രോക്കിൻ്റെ അടുത്ത മാച്ച് ആർക്കെതിരെ എങ്ങനെയുള്ള സ്റ്റോറി ആയിരിക്കും എന്നുള്ളതാണ് പലരും ഉറ്റുനോക്കുന്നത്. നെക്സ്റ്റ് അപ്പിയറൻസിനെ സംബന്ധിച്ചോ നെക്സ്റ്റ് മാച്ച് എന്നാണോ എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള യാതൊരുവിധ അപ്ഡേറ്റും നമുക്ക് ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് വരെ ലഭിച്ചിട്ടില്ല. അത്തരത്തിലൊരു അപ്ഡേറ്റ് ലഭിക്കുകയാണെങ്കിൽ ഞാൻ പങ്കുവെക്കാം. പക്ഷേ നമുക്ക് പങ്കുവെക്കാനുള്ള മറ്റൊരു കിടിലൻ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ബ്രോക്ക് ലെസ്നറിൻ്റെ മത്സരശേഷം ബ്രോക്ക് ലെസ്നറിന് സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി വന്ന അദ്ദേഹത്തിൻ്റെ മുൻ അഡ്വക്കേറ്റായ പോൾ ഹേമൻ ബ്രോക്കിനെ പ്രകീർത്തിച്ചുകൊണ്ട്, ബ്രോക്കിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ട്വിറ്റർ പോസ്റ്റ് പങ്കുവെക്കുകയുണ്ടായി. ബ്രോക്ക് ലെസ്നർ പണ്ട് ദി അണ്ടർടേക്കറിൻ്റെ റസൽമേനിയ സ്ട്രീക്ക് പരാജയപ്പെടുത്തിയപ്പോൾ, ആ സ്ട്രീക്ക് പൊട്ടിച്ചപ്പോൾ ബ്രോക്കിനെ സംബന്ധിച്ച് അന്ന് പോൾ ഹേമൻ പറഞ്ഞത്, ബ്രോക്ക് എല്ലാവരുടെയും മുഖത്ത് ചിരി പടർത്താൻ വേണ്ടി വരുന്നതല്ല, മറിച്ച് കുട്ടികളുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊഴിക്കാൻ വേണ്ടി വരുന്ന ഒരു റെസ്ലറാണ്. അതുകൊണ്ട് തന്നെ ബ്രോക്കിനെ നിങ്ങളെല്ലാവരും നോക്കി നിൽക്കണമെന്നുള്ളത്. അപ്പോൾ ഇത് ഇന്ന് ജോൺസനെ പരാജയപ്പെടുത്തിയതിന് ശേഷം ഒരിക്കൽ കൂടി പോൾ ഹേമൻ പറയുകയുണ്ടായി. അപ്പോൾ പോൾ ഹേമൻ, ബ്രോക്ക് ലെസ്നർ തുടങ്ങിയവരുടെ ഈ ഒരു ഫേസ് ടു ഫേസ് വരുന്ന സെഗ്മെൻറ്റും ഈ സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ കൊടുത്ത ഭാഗവും ഒക്കെ ജസ്റ്റ് കാണിച്ചു പോയതല്ല, ഇവർക്കിടയിൽ എന്തോ ഒരു സ്റ്റോറി, അതും സെത്ത് റോളിൻസിൻ്റെ ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഒപ്പം തന്നെ ബ്രോക്കിൻ്റെ ഒരു സ്റ്റോറിയോ ഒരു മത്സരമോ വരുന്നതിൻ്റെ ഒരു സാധ്യതയും അവർ തുറന്നിടുന്നുണ്ട്. അപ്പോൾ ഈ വർഷം തന്നെ ബ്രോക്കും ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പും തമ്മിലുള്ള സ്റ്റോറി, ഒന്നെങ്കിൽ ഇവരുടെ ടീമായിട്ടുള്ള ഒരു സർവൈവർ സീരീസ് വാർ ഗെയിംസോ
അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള, അതായത് സെത്തും ബ്രോക്കും തമ്മിലുള്ള ഒരു മത്സരം വരുന്ന രീതിയിലേക്കോ ഒരു സ്റ്റോറി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ പോൾ ഹേമനുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ കാണിച്ചിട്ടുള്ളതും ആ സ്റ്റോറിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതും നമുക്ക് ഏകദേശം കൂട്ടിച്ചേർത്ത് വായിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് ഈ റസൽ പലൂസ എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പോയിന്റ്, ഒരു ചാമ്പ്യൻ വേഴ്സസ് ചാമ്പ്യൻ മത്സരം അനൗൺസ് ചെയ്തിട്ടുണ്ട്. കോഡി റോഡ്സ് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള ഒരു മത്സരം. അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡിയും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്തും തമ്മിലുള്ള മത്സരം കൺഫേം ചെയ്തിട്ടുള്ളത് ക്രൗൺ ജുവൽ എന്ന് പറയുന്ന ഒക്ടോബർ മാസത്തിൽ ഓസ്ട്രേലിയയിലെ പെർത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നടക്കുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്കാണ്. അപ്പോൾ ഈ മത്സരം എന്താണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? രണ്ട് ചാമ്പ്യൻഷിപ്പും ഡിഫെൻഡ് ചെയ്യുന്ന ഒരു മത്സരമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും ചില കൂട്ടുകാർക്ക് മനസ്സിലായിട്ടില്ല എന്ന് കരുതുന്നു. ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം ഒരു ചാമ്പ്യൻഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ചാമ്പ്യനും വേഴ്സസ് ചാമ്പ്യനും തമ്മിലുള്ള ഒരു മത്സരമാണ് നടത്തിയത്. അത് മെൻസിൻ്റെ വേൾഡ് ചാമ്പ്യന്മാരും വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യന്മാരും തമ്മിലുള്ള മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് സമാനമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു പ്രാവശ്യവും കാണാൻ സാധിക്കുക. അപ്പോൾ അതിൻ്റെ ആദ്യ മത്സരമാണ് സെത്ത് റോളിൻസും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു മത്സരമായിട്ട് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇനി വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യന്മാരായ സ്റ്റെഫിനി വെക്കേറും വുമൻസ് ചാമ്പ്യനായ ടിഫനി സ്ട്രാറ്റനും തമ്മിലുള്ള ഒരു മത്സരം കൂടി അനൗൺസ് ചെയ്യപ്പെട്ടേക്കാം. അതിന് സ്മാക്ഡൗൺ എപ്പിസോഡ് അവസാനിക്കണം. ഇനി വരാൻ പോകുന്ന ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ടിഫനി സ്ട്രാറ്റൻ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരത്തിൽ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രൗൺ ജുവൽ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ക്രൗൺ ജുവൽ പ്രീമിയം ലൈവ് ഇവന്റിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിരിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.